Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. തന്ന നോട്ടൊക്കെ പഠിച്ചായിരുന്നോ? PDF നോട്ടും തന്നിരുന്ന നോട്ടൊക്കെ നോക്കിയായിരുന്നോ? Yes, ma'am. ചിന്തിച്ചോ? കുറെ കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്തോ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തു? Yes or no? ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല. ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ചോദിക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലത്തെ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് ആണ് അല്ലെ. സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഫ്രണ്ട് ഓഫീസിന്റെ എന്താണെന്ന് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി പറയാനായിട്ട് പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിലെ ഫങ്ഷൻസ് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് എന്നെ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. ഫേസ് ഫുള്ള് കാണുന്നില്ലേ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പോ നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, രജിസ്ട്രേഷൻ ചിലവർക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. സുമിക്ക് മാത്രമാണോ കാണാൻ പറ്റാത്തെ? ഒന്ന് കമന്റ് ചെയ്തേ, ആർക്കൊക്കെയാണ് കാണാൻ പറ്റാത്ത എന്നെ? ആ, ഒന്ന് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് വൺ രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് അല്ലെങ്കിൽ ഗസ്റ്റ്. നമ്മൾ പേഷ്യന്റിനെ ഗസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലെ. അവര് വരുമ്പോൾ അവരെന്തിനു വേണ്ടിയിട്ടാ വരുന്നത്? കൺസൾട്ടന്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവരതിനു വേണ്ടി തയ്യാറായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ അവരാദ്യം ചെയ്യുന്നത് എന്താണ്? ഫ്രണ്ട് ഓഫീസിൽ രജിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഫ്രണ്ട് ഓഫീസിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് എന്ത്? പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതാണ് ആ ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി അതിന്റെ അണ്ടർലൈൻ അല്ലെങ്കിൽ അതിന്റെ സബ് പോയിന്റ് ആയിട്ട് വരുന്നതാണ് രജിസ്റ്ററിംഗ് ഗസ്റ്റ്. ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് എസെൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ. രജിസ്റ്റർ ചെയ്യുക, അതായത് പേഷ്യൻസ് വരുമ്പോൾ അവരെ രജിസ്റ്റർ ചെയ്യുക. അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങള്, ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക? അവരെ രജിസ്റ്റർ ചെയ്യുക. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല രോഗികളെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള പേഷ്യൻസിന്റെ ഫയലുകള് കീപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട് ഓഫീസിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല എന്ത്? രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ നടത്തുന്നത് ഫ്രണ്ട് ഓഫീസ് ആണെങ്കിലും അവരുടെ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാവണം. ഓക്കെ, അപ്പൊ ഈ രജിസ്ട്രേഷനിൽ വരുന്നത് എന്തൊക്കെ റെക്കോർഡുകളാണ് അവരുടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെ കാര്യങ്ങൾ അവർ പേഷ്യന്റിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക? ഒരു പേഷ്യന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡ്, അദ്ദേഹത്തിന്റെ മുൻകാല മെഡിക്കൽ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെന്റിന്റെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം കാര്യങ്ങളും, അതാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ദെൻ അഡ്മിഷൻ.
അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ആ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ടാകും, കീപ്പ് ചെയ്തിട്ടുണ്ടാകും. അടുത്തത് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഇപ്പൊ ആ രോഗി കുറെ നാള് അല്ലെങ്കിൽ ആ രോഗി എന്തൊക്കെ മരുന്നുകളാണ് അവിടെ മേടിച്ചിട്ടുള്ളത് അതിന്റെ ബില്ലുകള്, അതുപോലെ തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ലുകള്, ഇതൊക്കെ ഫ്രണ്ട് ഓഫീസിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാകും. ദെൻ വാർഡ് ഡയഗ്നോസ്റ്റിക്, അതായത് വാർഡില് ഇപ്പൊ ഒരു രോഗി അഡ്മിറ്റ് ആയി കിടക്കുകയാണെങ്കിൽ ആ വാർഡില് അദ്ദേഹത്തിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഡെയിലി, ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി ഷുഗർ ചെക്ക് ചെയ്യാനുണ്ടാവും അല്ലെ, അതായത് ഫാസ്റ്റിംഗിലും അതുപോലെ തന്നെ ആഫ്റ്റർ ഫുഡിന് ശേഷവും ഷുഗർ ചെക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇതൊക്കെ നടത്തുന്നത് വാർഡ് ഡയഗ്നോസ്റ്റിക്കിന്റെ ഭാഗമാണ് അഡ്മിഷൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ. അപ്പോ ഈ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഇത് നടത്തുന്ന ഡെയിലി, ചിലപ്പോ അദ്ദേഹത്തിന് ഡെയിലി ചിലപ്പോ വെയിറ്റ് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാം, ഡെയിലി ചിലപ്പോ യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരാം. ഇതൊക്കെ വാർഡ് ഡയഗ്നോസ്റ്റിക്കിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ രേഖകൾ അവിടെ സൂക്ഷിക്കണം. ഈ ഒരു ഫ്രണ്ട് ഓഫീസിലും അതുപോലെ തന്നെ ഈ രോഗി എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലും സൂക്ഷിക്കേണ്ട ആവശ്യം ഉണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അതേഴ്സ്, അതായത് മറ്റു കാര്യങ്ങൾ, രോഗിയുടെ എന്തെങ്കിലും, ഇപ്പോ അത് പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നില്ല, അതേഴ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. രോഗിയുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ഫാമിലീസിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യന്റിന്റെ ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ടതല്ലാതെ അല്ലെങ്കിൽ ഒ പിയുമായി ബന്ധപ്പെട്ടതല്ലാതെ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ടതല്ലാതെ എന്ത് കാര്യങ്ങളും അതേഴ്സിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും മറ്റുമൊക്കെ അവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത്, ഈ ഒരു ഫ്രണ്ട് ഓഫീസിലും അതുപോലെ തന്നെ രോഗി ചികിത്സിച്ചിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമാണ് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്തത് ഇതിന്റെ സബ് പോയിന്റ് ആയിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ, പേഴ്സണൽ ഡാറ്റ, എനി ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫൈബിൾ നാച്ചുറൽ പേഴ്സൺ, എക്സാമ്പിൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. അതായത് എന്തൊക്കെ ഡാറ്റകളാണ് രജിസ്ട്രേഷൻ ആയിട്ട് വേണ്ടത്. നമ്മളിപ്പോ ചെല്ലുകയാണ് അല്ലെ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നമ്മള് പുതുതായിട്ട് ഒരു രജിസ്ട്രേഷൻ നടത്തുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫോം ഉണ്ടാവും അല്ലെ, ആ ഫോം എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് ഫിൽ ചെയ്യിപ്പിക്കും. അതിനകത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാല് നെയിം എന്ന് പറയുന്നത് ബേസിക് ഡീറ്റെയിൽസിൽ വരുന്നതാണ്, അഡ്രസ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മള് ഫിൽ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് തിരിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്നതോ ആയ രേഖകളാണ് എന്ത് കൊടുക്കുന്നത്, നമ്മള് ഡോക്യുമെന്റ്സില് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ തിരിച്ചറിഞ്ഞ രേഖകൾ എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ തന്നെ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, അതൊക്കെയാണ് എന്ത് പറയുന്നത് തിരിച്ചറിഞ്ഞ രേഖകൾ എന്ന് പറയുന്നത്. ഇനി തിരിച്ചറിയാൻ കഴിയുന്നതോ ആയ രേഖകൾ എന്ന് പറയുന്നുണ്ട്. ഇത്രയും അധികം എക്സ്പ്ലനേഷൻ ഇവിടെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മളൊന്ന് വട്ടം തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടുമായിട്ട് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഷോർട്ടായിട്ട് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെ, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോ തിരിച്ചറിയാൻ ഐഡന്റിഫൈബിൾ എന്ന് പറയുന്നുണ്ട്, അതായത് തിരിച്ചറിയാൻ സാധിക്കുന്നതായ രേഖകൾ. നമ്മൾ ആധാർ കാർഡ് ഒക്കെ കൊണ്ടുപോകും അല്ലെ, ആധാർ കാർഡ് എന്നൊക്കെ പറയുന്നത് ഐഡന്റിഫൈബിൾ എന്താ പറയാ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മൾ കൊണ്ടുചെന്നിട്ട് ആധാർ കൊണ്ടുചെന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, അതിനകത്ത് എഴുതും. ഓക്കെ, അതുപോലെ തന്നെ വോട്ടർ ഐ ഡി ഒന്നും ഇതല്ല, ആധാറാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. പിന്നെ നമുക്ക് RSBയുടെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ നമ്പറൊക്കെ എന്ത് ഇവിടെ എഴുതും, ആ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോ ഒരു രോഗിക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതിനകത്ത് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ എന്നിവയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം, ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റിനുള്ള ഇൻഫോർമേഷൻ എന്തൊക്കെയാണ്, അതായത് ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ വിവരങ്ങളാണ് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത്. ഒരാള് വരികയാണ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, ഫ്രണ്ട് ഓഫീസിലാണ് ചെല്ലുന്നത്.
അപ്പൊ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആയിരിക്കും അവർ പറയാ. നമ്മളിപ്പോ ചിലപ്പോ ഒരു ചോദ്യമായിരിക്കും ചോദിക്കുക, പക്ഷെ അവർ പല ആൻസറുകൾ നമ്മളോട് പറയും. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഗസ്റ്റിന് കുറെ കാര്യങ്ങളെ കുറിച്ച് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നോക്കാം, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് അവര് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് താരിഫ്. താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എമൗണ്ട്. ഇപ്പൊ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഫീസ് എത്രയാണ്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് അതായത് ടെസ്റ്റുകൾക്കുള്ള എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമ്മളോട് പറയുന്നതാണത് താരിഫിൽ വരുന്നത്. അപ്പോ ബേസിക് ആയിട്ട് ആദ്യം തന്നെ അവർ പറയുന്നുണ്ടാവുക എന്തായിരിക്കും, രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസിനെ കുറിച്ചിട്ട് അവര് പറയുന്നുണ്ടാകും. അതാണ് താരിഫില് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോട്ട് ഉണ്ടെങ്കിൽ അതിന് നേരെ ഒന്ന് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്ത് വെക്കുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങള്. താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഫീസ് ഉൾപ്പെടെ ആ ഹോസ്പിറ്റലിന്റെ എല്ലാത്തരം ഫീസുകളെ കുറിച്ചും നമ്മളെ അറിയിക്കുന്നതാണ് എന്ത് താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. ഓക്കെ, അതായത് എല്ലാ ഹോസ്പിറ്റലുകളിലും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കൗണ്ടർ ഉണ്ടാവും, ഒരു ക്ലബ്ബ്. ക്ലബ്ബ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഏരിയ ഉണ്ടാകും. മുതിർന്ന, അതായത് 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾ, അതായത് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് എബോവ് 60+ ആണ്. 60 വയസ്സിന് മുകളിൽ 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു റൂം എവിടെ ഉണ്ടാകും, ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും. അവർക്ക് സർവീസ് കൊടുക്കാനായിട്ടാണത്. അവർക്ക് പ്രത്യേകം നമ്മൾ സർവീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണെന്ത്, സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ഏരിയ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അതിനെ കുറിച്ച് എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ കൊടുക്കണം. അപ്പൊ തീരെ വയ്യാത്ത പേഷ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ, കുറച്ചുകൂടി പ്രായമായി 60 വയസ്സിന് മേലെയുള്ള പേഷ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവർക്ക് പ്രത്യേകം അവർക്കൊന്ന് റെസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ടെന്ന് എന്ത് ചെയ്യണം, അവരെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ അതർ പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ മൂന്നാമത്തെ പോയിന്റ് അതർ പാക്കേജസ്. അതർ പാക്കേജസിൽ വരുന്നത് എന്താണ്, അതായത് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പാക്കേജ് ആണ്. അതായത് ഇപ്പൊ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ ചെയ്തു തരാണെന്ന് വിചാരിക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് വളരെ തുച്ഛമായ ഒരു ഫീസില് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ചെക്കപ്പ് ചെയ്തു തരികയാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവര് നമുക്ക് റിപ്ലൈ തരുമല്ലോ. അതിനുശേഷം അവര് പറയുന്നത് എന്തായിരിക്കാം, ഈ ഒരു കാര്യമായിരിക്കാം, ഇവിടെ ഈ ഒരു ചെക്കപ്പ് നടക്കുന്നുണ്ട്, ഇത്ര ദിവസത്തേക്കാണ് ഈ ഒരു ചെക്കപ്പ് നടക്കുന്നത്, അതിനകത്ത് പങ്കെടുക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേറൊരു ഫോം ഫിൽ ചെയ്ത് തരാനായിട്ട് അവര് നമ്മളോട് പറയുന്നുണ്ടാവും. അപ്പൊ അതാണെന്ത് അതർ പാക്കേജിൽ വരുന്നത് കേട്ടോ. ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ ഡിസ്കൗണ്ടിൽ ചെയ്തു കൊടുക്കുന്നതാണത് അതർ പാക്കേജ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫ്രണ്ട് ഓഫീസ് ആണ് തരുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ് അതർ ഇൻവെസ്റ്റിഗേഷൻസ്, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്. ഇനി മറ്റ് അന്വേഷണങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ MRI എടുക്കാനോ എക്സ്റേ എടുക്കാനോ അങ്ങനെ എന്തുമാവട്ടെ, ഇൻവെസ്റ്റിഗേഷൻസ് എന്തും ആവട്ടെ, ആ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അതുമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, നമുക്ക് തരുന്നു. ഇപ്പൊ നമുക്കൊരു സ്കാൻ ചെയ്യണം. അപ്പൊ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ അവിടെ അവൈലബിൾ അല്ല, ആ ഡോക്ടർ വരുന്നത് ഇന്ന ഒരു സമയത്താണെന്ന് നമ്മളോട് പറയൂ അല്ലെ. അപ്പൊ അതും എന്താണ്, നമുക്ക് ഇൻഫോർമേഷൻ തരുന്നതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എമർജൻസി ഇൻപേഷ്യൻസ്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ്മെന്റിലാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഇൻപേഷ്യന്റിൽ ട്രീറ്റ്മെന്റിലാണെന്ന് വിചാരിക്കാം. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഹോസ്പിറ്റൽ വാർഡ്, അതായത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിയെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ വിവരം, അതായത് അവർ ഏത് റൂമിലാണ് കിടക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ, ഏത് ഫ്ലോറിലാണ്, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ചെന്നാലാണ് നമ്മൾ അറിയാൻ. അപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ആ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ റൂമിലാണ്, ഞാൻ ഇന്ന ഫ്ലോറിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ തനിയെ എന്ത് ചെയ്യില്ല, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, അങ്ങോട്ട് കയറി പോകില്ല അല്ലെ. ഫ്രണ്ട് ഓഫീസിൽ ഒന്ന് ചോദിച്ച് നമ്മൾ കൺഫേം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഫ്രണ്ടിനെ കാണാനായിട്ട് പോകുന്നത്. അപ്പോ ആ ഒരു വിവരങ്ങൾ എമർജൻസിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിലും അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിലും അവരെ കാണുന്നതിന് ആര് ഇൻഫോം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവരെ ചെന്ന് കാണുന്നതിന് മുമ്പായിട്ട് ഇവരുടെ അടുത്ത് നിന്നാണ് നമ്മള് വിവരങ്ങള് കളക്ട് ചെയ്തിട്ട് അങ്ങോട്ട് നമ്മള് പോകുന്നത്. ഓക്കെ, അതാണ് ഇൻഫോർമേഷൻസിൽ വരുന്നത് കേട്ടോ. താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതെ എമർജൻസി എന്ന് പറഞ്ഞാല് അത്യാഹിത വിഭാഗം. ഇപ്പൊ കാഷ്വാലിറ്റിയില് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ പേഷ്യൻസ് ട്രീറ്റ്മെന്റിൽ ഉണ്ടാകും. അവരെ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് ചോദിക്കും അല്ലെ. അതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതർ പാക്കേജസ്, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്, എമർജൻസി, ഇൻപേഷ്യൻസ്, ഇതാണ് ഇൻഫോർമേഷൻ ടു ദ ടെസ്റ്റില് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, then third point is very important ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് ഇപ്പൊ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, ഇതൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്കിപ്പോ കോൺഫിഡൻസ് ആയില്ലേ? ഇതൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോ ഇതെനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളവർ എത്ര പേരാ? ഇതെന്നെ കൊണ്ട് പറ്റും, ഇതെന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും, എല്ലാവർക്കും കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അല്ലെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ക്യാഷ് കളക്ഷൻ. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ പിടിയിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അത് നിൽക്കില്ല. നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരുന്ന ഒന്നാണ് ഫ്രണ്ട് ഓഫീസിലെ ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം അതെന്താണെന്ന്. The registered amount to be collected from the guest and should be deposited to the cash at the end of the day before closing the counter, hand over to another patient. ഗസ്റ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത എമൗണ്ട് റിസീവ് ചെയ്തതിന് ശേഷം ആ പണം ആ ദിവസത്തിന്റെ ലാസ്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഡെപ്പോസിറ്റ് മെഷീൻ അവിടെ ഉണ്ടാകും, അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ഡ്യൂട്ടിക്ക് ആരാണോ വന്ന് നിൽക്കുന്നത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, അതാണ് ക്യാഷ് കളക്ഷനിൽ വരുന്നത്. ഓക്കെ, അതായത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസർ. അതായത് ക്യാഷ് കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മള് റിസപ്ഷൻ ഏരിയയിലാണ് നിൽക്കുന്നത്, ധാരാളം ആളുകൾ വരുന്നുണ്ട്, നമ്മളൊരു സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് വന്നിട്ട് ഇന്ന ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിന് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും അല്ലെ. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ പേഷ്യന്റ് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് എൻ്റർ ചെയ്ത് നമ്മൾ നിൽക്കുകയാണ്. ഒരു പേഷ്യന്റ് ആണ് വരുന്നത്, ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതായത് ഫ്രണ്ട് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു ടൈമാണ് ഒരു പേഷ്യന്റ് ആകെ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കും. അപ്പൊ അയാളുടെ കാര്യങ്ങൾ നമ്മൾ സ്മൂത്ത് ആയിട്ട് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ധാരാളം ആളുകൾ വരാനായിട്ട് തുടങ്ങും. ഇവരൊക്കെ എന്ത് ചെയ്യും, ആദ്യം വന്ന പേഷ്യൻസിന്റെ പുറകിലായിട്ട് നിൽക്കുക അല്ലെ. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ക്യൂയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരാള് എമർജൻസി ആണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഒരു പേഷ്യന്റിന്, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും, നമ്മളൊന്ന് അതായത് നമ്മളുടെ ആ ഒരു ഇതൊന്ന് എന്താ പറയാ റിലേ നമ്മുടെ പോകും അല്ലെ. കാരണം എന്താ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിപ്പോ ആദ്യത്തെ പേഴ്സണിൽ നിന്ന് പൈസ മേടിച്ചു, അതായത് ഒരു എമൗണ്ട് മേടിച്ചു, അയാൾ തന്നത് 1925 രൂപയാണെന്ന് വിചാരിക്കാം.
അയാൾ ചില്ലറ സഹിതം നമുക്ക് തന്നു. നമ്മൾ ആ ചില്ലറ സഹിതം എണ്ണി തിട്ടപ്പെടുത്തി അവിടെ വെച്ചു. ക്യാഷ് ക്ലോസ് ആക്കി, അതായത് എമൗണ്ട് അടിച്ചിട്ട് ക്യാഷ് നമ്മള് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് ക്ലോസ് ആക്കും അല്ലെ, അത് ക്ലോസ് ആക്കും. ഓക്കെ, അപ്പൊ അയാളുടെ കാര്യം, അതായത് അയാളുടെ ആ ഒരു ഇത് നമ്മുടെ കഴിഞ്ഞു. അയാൾക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുത്തു, അത് ഫിനിഷ് ആയി. ഓക്കെ, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ വേറൊരാൾ ഇടക്ക് കയറി നമ്മളോട് പറയാണ് പെട്ടെന്ന് കാണിക്കണം എന്ന് പറയാണ്. അപ്പൊ അയാൾ ചെയ്യുന്നത് ചിലപ്പോ നമുക്ക് എമൗണ്ട് നേരിട്ട് തരായിരിക്കില്ല ചെയ്യുന്നത്, ജി പേ ആയിരിക്കും ചെയ്യുന്നത്. ചില ആൾക്കാർ ജി പേ ചെയ്യും. അപ്പൊ അയാൾ ജി പേ ചെയ്ത് കഴിഞ്ഞാല് അത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ മെഷീൻ ഇരിപ്പുണ്ടാവും അല്ലെ, അത് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ആ ജി പേ എമൗണ്ട് നമ്മള് ഒരു പേപ്പറിൽ എന്ത് ചെയ്യണം, എഴുതി വെക്കേണ്ടതായിട്ട്. ആ സമയത്ത് തന്നെ ആ ഒരു ഫ്രണ്ട് ഓഫീസിൽ തിരക്ക് കൂടുകയാണ്. വേറൊരാൾ, ആളുകൾ ഇങ്ങനെ തിരിക്കി വന്ന് നിൽക്കുകയാണ്. വേറൊരാള് വന്ന് എന്ത് ചെയ്യാണ്, വീട്ടിൽ നമ്മളോട് പറയാണ് എന്റെ ഡോക്ടർ കാണണം, അയാളൊരു എമൗണ്ട് തന്നു. ആ എമൗണ്ട് നമ്മൾ എണ്ണുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ അത് എൻ്റർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെയും ആളുകൾ ബാക്കില് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതായത് പെട്ടെന്ന് സ്പീഡിൽ നമ്മൾ ചെയ്യണം അല്ലെ, സ്പീഡില് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരാളുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ക്ലോസ് ചെയ്തില്ല, അതായത് എൻ്റർ ചെയ്തു, പക്ഷെ ക്യാഷ് എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ക്ലോസ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക അവിടെ? ഒന്ന് കമന്റ് ചെയ്തേ. ക്ലോസ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക ക്ലോസ് ചെയ്തില്ലെങ്കിൽ? ക്ലോസ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക അവിടെ? അതും പോട്ടെ, വേറെ ചോദ്യം ചോദിക്കാം. അത് ചിലപ്പോ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, ടാലി ആവാതെ വരും. ശരിയാണ്. ക്യാഷ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതെങ്ങനെയാണ് ക്യാഷ് പോകുന്നത്? ഒരാള് നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു, ആളുടെ വിവരങ്ങൾ, പേര്, ഡീറ്റെയിൽസ്, ഇപ്പൊ ജോർജ് താന്ന് വിചാരിക്കുക. ജോർജ് എന്ന് പറഞ്ഞ പേര് ടൈപ്പ് ചെയ്തു, ഏജ് ടൈപ്പ് ചെയ്തു, അതും ഇതൊക്കെ ടൈപ്പ് ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ക്യാഷ് അതവിടെ ക്ലോസ് ആവുകയാണ്. ആ ഒരു ടേബിള് വന്നു, നമ്മൾ ക്യാഷ് ക്ലോസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഫോൺ കോൾ വരുന്നത്. നമ്മള് അടുത്ത് നിന്ന ആളുടെ നിന്ന് പൈസ മേടിച്ചില്ല, അയാള് പൈസ തരാതെ പോവുകയും ചെയ്തു. നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ അയാളുടെ ക്യാഷ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. കാരണം ടാലി ചെയ്ത് നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ക്യാഷില് കുറവ് വരും. കാരണം എന്താ, നമ്മളിവിടെ ക്ലോസ് ചെയ്തു, പക്ഷെ ആളുടെ കയ്യിൽ നിന്ന് നമ്മള് പൈസ മേടിച്ചില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, 1000 രൂപയാണ് ഞാൻ ക്ലോസ് ചെയ്തെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ ആ പൈസ മേടിച്ചില്ലെങ്കിൽ 1000 രൂപ എന്റെ കയ്യിൽ നിന്ന് എടുത്തു വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ ഡ്യൂട്ടിയാണ്, അതായത് നമ്മളുടെ ആ ഒരു ഷിഫ്റ്റ് നമ്മൾ അവസാനിപ്പിച്ച് ആ ടേബിളിന് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇപ്പോ 1, 2, 3 ലക്ഷം രൂപയായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം കിട്ടുന്നത്. ആ തുക എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നോക്കും, അതായത് അതായത് ആ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, ടാലി ചെയ്ത് നോക്കുമ്പോൾ കൃത്യമാണ്. ഇപ്പൊ 1,10,000 രൂപയാണ് ആ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടും നിങ്ങളുടെ അതായത് സിസ്റ്റത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട. മറിച്ച് അതിനകത്ത് എന്തെങ്കിലും ഒരു പിശക് പറ്റിയാല് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് എന്ത് പോവാ, പൈസ പോവാ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അത് ആദ്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 2-3 ദിവസങ്ങളിലാണ് എന്തുണ്ടാവുക, ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോ ഒരാഴ്ച ഈ ഒരു പ്രശ്നം വരില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു കൊളീഗ്സ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് എന്താ പറയാ, ഒന്ന് പിടിച്ചു നിൽക്കാം, പ്രശ്നമൊന്നും വരില്ല. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആളുകൾ പൈസ തരുമ്പോൾ പൈസ തരുന്നതും അറ്റ് എ ടൈം, അതായത് ആദ്യം എമൗണ്ട് തരുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ആളുടെ ഇത് ക്ലോസ് ചെയ്യണം. അപ്പൊ എന്താ നമുക്ക് വേണ്ടത്? അതിന് വേണ്ടിയിട്ട് സ്പീഡ് വേണം. അതാണ്, സ്പീഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. സ്പീഡ് കൂടുതലായിട്ട് വേണം. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ പിന്നെ അതൊരു ശീലമായിട്ട് വരും. ഓക്കെ, അപ്പോ
പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷിഫ്റ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു തുക എന്ത് ചെയ്യണം? ചില ഹോസ്പിറ്റലുകളിൽ ഡെപ്പോസിറ്റ് മെഷീൻ ഉണ്ടാവും, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി അതല്ല, മറ്റു ചില ഹോസ്പിറ്റലാണെങ്കിൽ ഏറിയ ഹോസ്പിറ്റലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ആരാണോ അടുത്ത ആള് വരുന്നത് അവർക്ക് എന്ത് ചെയ്യും? ഹാൻഡ് ഓവർ ചെയ്യാം. അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിലാണെങ്കിൽ നേരിട്ട് ഓഫീസിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും? നേരിട്ട് അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്യാഷ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ പ്രത്യേകം ഓർമ്മിക്കുക, അതായത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ത്? ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നാലാമത്തെ പോയിന്റ് ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ്. ഓക്കെ, അതായത് എന്താണ്? ഇൻഫോർമേഷൻസ്, അതായത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ, പേഷ്യന്റ് അടുത്ത് എന്തെങ്കിലും അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നാലാമത്തെ പോയിന്റ് ആണത്. സബ് പോയിന്റ്സ് കുറെ ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. റൂട്ട്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. അതായത് റൂട്ട്നെസ് എന്ന് പറയുന്നത്, പരിശുദ്ധ എന്ന് പറയുന്നത് കേട്ടോ, പരിശുദ്ധ എന്നാണ് അതിന്റെ മലയാളം വരുന്നത്. റൂട്ട്നെസിന്റെ വീക്ക് പേഴ്സന്റെ സ്ട്രെങ്തിന് വേണ്ടിയുള്ള അറ്റംപ്റ്റ് ആണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയാ, പുതിയതായിട്ട് കൊടുത്തിരിക്കുന്നതാണ്, അതൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ അല്ലെങ്കിൽ റൂട്ട്നെസ് എന്ന് പറയുന്നത് വീക്ക് പേഴ്സന്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവർ ഇൻഫോർമേഷനും അതുപോലെ തന്നെ എൻക്വയറി ഹാൻഡ്ലിംഗ് ഒക്കെ നടത്തുന്നത് നോക്കാം. എങ്ങനെയാണ് ആളുകളെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് വൺ ഈസ് ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോർട്ടിയസ്. എന്താണ്? അതായത് മര്യാദ പാലിക്കുക, വിനയം പാലിക്കുക, ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് പേഷ്യൻസിനോട് ഉണ്ടാക്കുക. അതായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചിൽ അവരോട് പെരുമാറുക. ദെൻ വിനയം കീപ്പ് ചെയ്യുക, കോർട്ടിയസ് ആവുക, അതുപോലെ തന്നെ അവരെ പരിഗണിക്കുക. ഓക്കെ, അവരെ, അതായത് വരുന്ന പേഷ്യൻസ് ആയാലും വിസിറ്റേഴ്സ് ആയാലും അവരെ പരിഗണിക്കുക, അവരോട് വിനയത്തോടു കൂടി പെരുമാറുക. ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ, പ്രാക്ടീസ് കോർട്ടസി, സേഫ് പ്ലീസ്. അതുപോലെ തന്നെ മര്യാദപൂർവം അവരോട് എന്താ പറയാ, വിനയപൂർവം എന്താണ് അവരോട് കാര്യങ്ങള് സംസാരിക്കുക. നമ്മള് പ്രാക്ടീസ് ചെയ്യണം. കോർട്ടസി എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യണം. അതില്ലാത്ത ആളാണെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. പ്രാക്ടീസ് കോർട്ടസി. സേഫ് പ്ലീസ്, അതായത് പ്ലീസ് പറയാനായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പ്ലീസ് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ്, എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി. നമ്മളൊരു കാര്യം, ഒരാൾ വന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ക്ഷമയോട് കൂടിയിട്ടായിരിക്കണം. ധൃതി പിടിച്ചൊന്നും എന്ത് ചെയ്യരുത്, ഒന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് നിൽക്കരുത്. അയാളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? പേഷ്യൻസോട് കൂടി അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അവർക്ക് ആരാണോ വന്നിരിക്കുന്നത് അവരുടെ അടുത്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് വൺ, അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അക്കോമഡേറ്റ് അതർ വ്യൂ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്ത് ആരെങ്കിലും ഒന്ന് അറിയാമോ എന്ന് നോക്കട്ടെ. എന്താണ് അക്കോമഡേറ്റ്? കമന്റ് ചെയ്തേ. അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയില്ലേ? ഈ ഒരു പോയിന്റിൽ എന്താ വരുന്നേ? അക്കോമഡേറ്റ് അതർ വ്യൂ പോയിന്റ്സ് എന്താ? കമന്റ് ചെയ്തേ, വേഗം ഒന്ന് കമന്റ് ചെയ്യാമോ? ഒന്ന് കിട്ടുന്നില്ല ആർക്കും? എന്താണ് അതിന്റെ മീനിങ് വരുന്നേ? അക്കോമഡേറ്റ് അതർ വ്യൂ പോയിന്റ്സ്. ആ,
അവരുടെ വ്യൂ പോയിന്റ് കൂടെ കൺസിഡർ ചെയ്യുക. അവരുടെ അവരുടെ കാഴ്ചപ്പാടിൽ ചിന്തിക്കണം. കറക്റ്റ്. അതായത് മറ്റ് കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളുക. മറ്റു കാഴ്ചപ്പാടുകൾ, ഇപ്പൊ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും അല്ലെ. ഫോർ എക്സാമ്പിൾ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, പക്ഷെ എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലെ. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വേറെ തരത്തിലായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം എന്താ, നിങ്ങളുടെ ചിന്താഗതി വേറെയാ. അപ്പോ പേഷ്യൻസ് വരുമ്പോൾ അവരുടെയും കൂടി കാഴ്ചപ്പാടുകളെ നമ്മൾ ഉൾക്കൊള്ളുകയും രോഗിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയും വേണം. ഓക്കെ, ഇപ്പൊ രോഗിക്ക് ധാരാളം കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും അല്ലെ. അവർക്ക് ധാരാളം ഇമോഷൻസ് ഉണ്ടാകും, ധാരാളം സെന്റിമെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പൊ അവരുടെ ഭാഗത്തുനിന്നും കൂടി എന്ത് വേണം, നമ്മൾ ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, ദെൻ അലോ ക്രിറ്റിസിസം, വിമർശനം അനുവദിക്കുക. ഓക്കെ, അതായത് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ അത് വെൽക്കം ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഇല്ലാതാക്കാനായിട്ട് നോക്കരുത്. കാരണം നമ്മളെ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ക്രിറ്റിസിസം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരാള് നമ്മൾക്ക് നേരെ എന്തെങ്കിലും വിമർശനം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മളെ വിമർശിക്കുവാണെങ്കിൽ അത് നമ്മളെ ഡെവലപ്പ് ചെയ്യാനാണ് കൂടുതൽ സാധിക്കുക കേട്ടോ. ഒരാള് നമ്മളെ കുറിച്ച് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ കാരണം നമ്മൾ കണ്ടെത്തും അല്ലെ. എന്തുകൊണ്ടാണ് അവരെങ്ങനെ പറയുന്നതെന്ന് നമ്മൾ കണ്ടെത്തും. അതിനു വേണ്ടി എന്ത് ചെയ്യും നമ്മള്, ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു തെറ്റായ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള നമ്മുടെ ആ ഒരു ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇല്ലാതാക്കിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ വിമർശനം അത് രോഗിയിൽ നിന്നായിക്കോട്ടെ, വിസിറ്റേഴ്സിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ആരിൽ നിന്നും ആയിക്കോട്ടെ, വിമർശനം അനുവദിച്ചാല് നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് അത് കൂടുതൽ മെച്ചപ്പെടുത്തും. ഇതാണ് കേട്ടോ നാലാമത്തെ പോയിന്റിൽ വരുന്നത്. ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോർട്ടിയസ്, then practice courtesy, say please, explain, do it patiently, accommodate the other viewpoints, allow criticism. Then fifth is report making. Front office ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ട് മേക്കിംഗ് ആണ്. റിപ്പോർട്ട് മേക്കിങ്ങില് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അതിനകത്തൊന്ന് സെൻസസ് റിപ്പോർട്ടാണ് കേട്ടോ. സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് കാര്യമായിട്ടൊന്നുമില്ല. അതായത് ഒരു ഹോസ്പിറ്റലില് ഉള്ള ആളുകളുടെ, അതായത് അവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ആളുകള്, അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ എമർജൻസിയിൽ ഇരിക്കുന്ന ആളുകള്, അവിടെ വന്നു പോകുന്ന രോഗികള്, അവരുടെയൊക്കെ എണ്ണം എടുത്തിട്ട് എന്ത് ചെയ്യാം, റിപ്പോർട്ട് തയ്യാറാക്കുക. ഇത്ര പേര് ട്രീറ്റ്മെന്റിനായിട്ട് വന്നു, ഇത്ര പേര് എമർജൻസിയിലുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ നടത്തിയിട്ട് അതിനുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കുക കേട്ടോ. അതാണ് സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ അതർ റിപ്പോർട്ട്സ്. അതർ റിപ്പോർട്ട്സിൽ വരുന്നത് ചിലപ്പോൾ ഡോക്ടർമാർ ആബ്സെൻസ് ഉണ്ടാവും അല്ലെ. ഡോക്ടർമാർ ചിലപ്പോൾ വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും, ലീവ് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നഴ്സുമാർ ലീവ് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ദെൻ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ലീവ് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും എക്യുപ്മെന്റുകൾ തകരാറിലാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. അതാണ് അതർ റിപ്പോർട്ട്സിൽ വരുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇത്ര വരെ ക്ലിയർ ആണോ? അപ്പൊ ഫ്രണ്ട് ഓഫീസ്, ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 കാര്യങ്ങൾ നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിൽ, ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം, ട്രീറ്റ്മെന്റിനായിട്ട് അവിടെ വന്നു പോകുന്ന പേഷ്യൻസിന്റെ എണ്ണം, പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന്റെ എണ്ണം, ഇതൊക്കെ മൊത്തമായിട്ട് എണ്ണിയിട്ട് എന്ത് ചെയ്യണം, ഒരു പേജിൽ എഴുതണം. അതാണ് എന്ത് പറയുന്നത്, സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സെൻസസ് എന്താണ്? അതായത് ജനസംഖ്യ അല്ലേ, പോപ്പുലേഷൻ എങ്ങനെയാണ് അത് നോക്കുന്നതല്ല സെൻസസ് എന്ന് പറയുന്നത്. എത്രയാണ് എന്ന് നോക്കി അതിന് റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് സെൻസസ്. നെക്സ്റ്റ്, നോ വൈ കസ്റ്റമർ ലീവ്.
ഓക്കെ, എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾക്ക് കസ്റ്റമർ നഷ്ടപ്പെടാൻ കാരണം, അല്ലെങ്കിൽ കസ്റ്റമർ പോകാനായിട്ട് കാരണം? അതാണ് അവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചില ഹോസ്പിറ്റലുകളിൽ നിന്ന് കസ്റ്റമർ പോകാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ചില കാരണങ്ങളുണ്ട്, അതൊന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് 1% ഡൈ. ഓക്കെ, ആദ്യത്തേതെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വരുന്ന 1% ആളുകള് മരിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയും എന്ത് ചെയ്യാം, മരണം മൂലവും കസ്റ്റമേഴ്സ് ലീവ് ചെയ്യാം. കാരണം എന്താ, അവിടെ ആ ഒരു എണ്ണം അല്ലെങ്കിൽ ആ ഒരാളുടെ ആ ഒരു പ്രസൻസ് അവിടെ ഇല്ലാതായി. ഓക്കെ, 1% മരിച്ചിട്ട് പോകുന്നു അല്ലെങ്കിൽ മരിച്ച് പോകുന്ന പേഷ്യൻസ് ഉണ്ട്. കസ്റ്റമർ എന്തുകൊണ്ട് ലീവ് ആവുന്നു, എന്തുകൊണ്ട് പോകുന്നു? അതായത് ഒന്നെന്ന് പറയുന്നത് മരണമാണ്, മരണം കൊണ്ട് പോകും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് 3% മൂവ് അവേ. 3% ആളുകള് അകന്നു പോകുന്നു, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, അകന്ന് പോകുന്നു. മൂവ് അവേ, അവിടെ നിന്ന് പോകുന്നു. 3% കേട്ടോ. ഓക്കെ, മൂവ് അവേ. Then third point, 5% develop other relationship. ഓക്കെ, അതായത് 5% ആളുകള് മറ്റ് ബന്ധങ്ങള് ഡെവലപ്പ് ചെയ്യും. അപ്പൊ മറ്റ് ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധങ്ങള്, കണക്ഷനൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റ് സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് കൺസൾട്ടേഷൻ നടത്തുന്നത്. പക്ഷെ ആ ഒരു പേഷ്യന്റിന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് എന്താണ്, ഒരു ഡോക്ടറാണ്. അദ്ദേഹം വേറൊരു ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആണെന്ന് വിചാരിക്കാം. അപ്പോ അവരുമായിട്ടുള്ള റിലേഷൻ മൂലം, അതായത് ഈ പേഷ്യന്റും ഫ്രണ്ടുമായിട്ടുള്ള റിലേഷൻ മൂലം ചിലപ്പോ അവര് അദ്ദേഹത്തെ കൂടുതൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ ഹോസ്പിറ്റലിൽ പോകുമല്ലോ, പരിചയം കാരണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. മറ്റു ബന്ധങ്ങളില്, അതായത് മറ്റു ബന്ധങ്ങളുടെ വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കാരണം 5% ആളുകള് അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഇത് ബാധകം, ഷോപ്പുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇത് ബാധകമാണ്. കസ്റ്റമർ എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന ആളെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഇവിടെ പേഷ്യന്റ് എന്നല്ല പറയുന്നത്. കസ്റ്റമർ എന്തുകൊണ്ട് ലീവ് ആകുന്നു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പേഷ്യന്റിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. Then fourth point, 9% leave for competitive reason. 9% ആളുകള് മത്സരപരമായിട്ടുള്ള കാരണങ്ങളാൽ പോകുന്നു. ഓക്കെ, അതായത് ഇപ്പോ ഒരു സിറ്റിയിൽ തന്നെ പല പല ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ പല ഹോസ്പിറ്റലുകൾ തമ്മില് പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാകും. ആരാണ് ബെറ്റർ സർവീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും മികച്ച കെയർ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് റീസൺ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സ് 9% അങ്ങനെ പോകുന്നുണ്ട്. Then അടുത്ത പോയിന്റ്, 40% are dissatisfied with the product or service. 14% ആളുകൾ പോകുന്നത് ഒന്നുകിൽ പ്രൊഡക്റ്റിലുള്ള ഡിസ്സാറ്റിസ്ഫാക്ഷൻ മൂലമാകാം, അതായത് അസംതൃപ്തി എന്ന് പറയില്ല നമ്മൾ, അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ. അതായത് ആ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു, അത് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കും അല്ലെ. അങ്ങനെ 14% ആളുകൾ പോകുന്നുണ്ട്. അല്ലെങ്കിൽ സേവനം, ആശുപത്രിയിൽ തന്നെ ട്രീറ്റ്മെന്റ് നമുക്ക് എന്താണ് ഇഷ്ടമായില്ലെങ്കിൽ, അതായത് ആ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ലെങ്കിൽ എങ്ങനത്തെ പോകും, ആ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ലീവായി പോകും അല്ലെ. അപ്പൊ അങ്ങനെ 14% ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്. Then finally ലാസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 68% ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കോർട്ടിയസ് സർവീസ്. 68% ആളുകളും പോകുന്നത് മാന്യമല്ലാത്ത സേവനം കാരണമാണ്. ഓക്കെ, അതായത് ബിഹേവിയർ, അവര് കൊടുക്കുന്ന ഒരു സർവീസ്, അതായത് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ ഒരു ബിഹേവിയർ കാരണം, അതായത് അവർ ഡിസ്കോർട്ടിയസ് ആയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അവിടെ അധികം ആളുകൾ നിൽക്കില്ല. ഏറ്റവും കൂടുതൽ ആളുകള് ഒരു സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നോ ലീവായി പോകാനായിട്ട് കാരണം
ഡിസ്കോർട്ടിയസ് ആയിട്ടുള്ള സർവീസ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. 68% ശതമാനം സഹിതം ചോദിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻസിൽ, അതായത് എക്സാമിന് 68% പോകുന്നത് റൂഡ് ഓർ ഡിസ്കോർട്ടിയസ് സർവീസ്, മാന്യമല്ലാത്ത സേവനം കാരണം. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് അല്ല, നെക്സ്റ്റ് ഒരു ഹെഡിങ് ആയിട്ട് വരുന്നതാണ് ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. കസ്റ്റമർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ഓക്കെ, കസ്റ്റമർ വന്നു, നമ്മൾ സർവീസ് കൊടുക്കാനായിട്ട് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പില് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിൽ നിന്ന് എന്താണ് അത് അവരാഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന് ആ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഗ്രീറ്റ് ആണ്. ഗ്രീറ്റ് എന്ന് പറഞ്ഞാല് വന്ദനം അല്ലെ, നമസ്കാരം അല്ലെ, ഇത് ആഗ്രഹിക്കില്ലേ? ഒരു പേഷ്യന്റ് വരെയാണ്, ഇപ്പൊ നമ്മളായാലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴോ, ഒരു ഷോപ്പിൽ, ഒരു ടെക്സ്റ്റൈൽസിൽ ചെല്ലുമ്പോഴോ, ഒരു ജ്വല്ലറിയിൽ ചെല്ലുമ്പോഴോ ആദ്യം അവരെന്താ ചെയ്യുക? ഇങ്ങനെ ചെയ്യുക അല്ലെ. ഇതിനെയാണ് എന്ത് പറയുന്നത്? വെൽക്കം ചെയ്യാണ്, ഗ്രീറ്റ് ചെയ്യാണ്, വന്ദിക്കുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന്. ഓക്കെ, അതായത് ഒരു ഷോപ്പിലെ ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ സ്റ്റാഫിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഗ്രീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ വാല്യൂ. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യം അല്ലെ. അതായത് നമ്മളെ അവര് വാല്യുബിൾ ആയിട്ട് കാണുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. അതായത് കസ്റ്റമറിന് തോന്നണം കസ്റ്റമറിനെ നമ്മള് വാല്യുബിൾ ആയിട്ട് കാണുന്നുണ്ടെന്ന്. ഓക്കെ, ദെൻ ഹെൽപ്പ്, സഹായം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം കസ്റ്റമർ നമ്മളോട് ചോദിക്കുവാണെങ്കിൽ അവർക്കത് ചെയ്തു കൊടുക്കുക, അതാണ് ഹെൽപ്പ് എന്ന് പറയുന്നത്. അതും കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദെൻ ലിസൺ, അവരെ കേൾക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കസ്റ്റമറിന് എന്താണ് പറയാനുള്ളതെന്ന് എന്ത് ചെയ്യുക? കേൾക്കണം, ലിസൺ ചെയ്യണം. ദെൻ ഇൻവൈറ്റ് ബാക്ക്. ഇൻവൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരികെ ക്ഷണിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു വ്യക്തിക്കും വീണ്ടും പോകാനായിട്ട് നമ്മൾ ഒരാൾ ആഗ്രഹിക്കില്ല അല്ലെ. പക്ഷെ അവരുടെ ഒരു ഡ്യൂട്ടിയാണത്. ഇങ്ങനെ പറയില്ലേ, ചില ആളുകൾ പറയില്ലേ, ഇനിയും എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടേക്ക് വരാം. ചിലവർ അവരുടെ ഇമെയിൽ ഐ ഡി പറഞ്ഞു തരും അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡി പറഞ്ഞു തരും. അല്ലെങ്കിൽ ചിലപ്പോ ചില ആളുകളൊക്കെ ആണെങ്കിൽ കാർഡ് എന്തെങ്കിലും കൊടുക്കും. അപ്പൊ തിരികെ ക്ഷണിക്കുകയാണ്. പല രൂപത്തിലൂടെ അവരെന്ത് ചെയ്യുന്നു? തിരികെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആര് ആഗ്രഹിക്കുന്നത്? കസ്റ്റമർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഗ്രീറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ ആൻഡ് ദെൻ ഇൻവൈറ്റ് ബാക്ക്. ഓക്കെ, ഗ്രീറ്റ് മീൻസ് വന്ദനം എന്നാണ് കേട്ടോ. ഗ്രീറ്റ് വന്ദിക്കുക, നമസ്കാരം പറയുക എന്ന് പറയില്ലേ, ഇതിങ്ങനെ കാണിക്കില്ലേ, അതിനെയാണ് വന്ദനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഗ്രീറ്റ്, വെൽക്കം ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഒരു ഹെഡിങ് ആയിട്ട് വരുന്നത് ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഔട്ട് പേഷ്യന്റ് ഏരിയ OPDR. അതായത് ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്ന ഏരിയകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് മെയിൻ റിസപ്ഷൻ. ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്നത് ആദ്യം വരുന്നതാണ് മെയിൻ റിസപ്ഷൻ. രണ്ടാമത് കൺസൾട്ടേഷൻ റൂം. മൂന്നാമത്തേത് ഡയഗ്നോസ്റ്റിക്, ECG, എക്കോ, MRI, CT സ്കാൻ, സാമ്പിൾ കളക്ഷൻ. ഓക്കെ, അതായത് ECG എടുക്കാനുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള സംവിധാനങ്ങളുള്ള ഏരിയകള്, ECG എടുക്കാനുള്ള സ്ഥലം, എക്കോ എടുക്കാനുള്ള സ്ഥലം, MRI എടുക്കാൻ, CT സ്കാൻ എടുക്കാൻ, ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഫ്രണ്ട് ഓഫീസിന്റെ ഏരിയയില് അണ്ടറിൽ വരുന്നതാണ്, അതിന്റെ കീഴില് വരുന്ന ഏരിയകളാണ് കേട്ടോ. അത് മൂന്നും അങ്ങനെ തന്നെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി, അധികം പ്രശ്നമൊന്നുമില്ല. മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ദെൻ ഡയഗ്നോസ്റ്റിക്. ഇത് മൂന്ന് കാര്യങ്ങളും ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഏരിയയുടെ ഭാഗമായിട്ട്
വരുന്നതാണ്. ഓക്കെ, then next is understand the challenges faced by front desk staff. അതായത് ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ട്, ചില ചാലഞ്ചസ് നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചാലഞ്ചസ് എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അല്ലെ, മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ആ ചാലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ഫ്രണ്ട് ഓഫീസിൽ നിങ്ങൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ചാലഞ്ചസ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ആ ഒരു ചാലഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക, അതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. രോഗിയുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞു, ചില പേഷ്യൻസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടായിരിക്കും വരിക, ചില പേഷ്യൻസിന് ഭയങ്കര എന്താ പറയാ, അവര് ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ടായിരിക്കും വരിക, ചിലവരാണെങ്കിൽ സൈലന്റ് ആയിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ അങ്ങനെ പല പല ഇമോഷൻസുമായിട്ടാണ് പേഷ്യന്റ് വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ അവരുടെ ആ ഒരു ഇമോഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരെ ആ ഒന്ന് എന്താ പറയാ ഒബ്സർവ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യുക, കൂളാക്കുക. അവരുടെ ഇമോഷൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. ഇതൊരു ചാലഞ്ചാണ്. കാരണം അധികം എന്താ പറയാ ഭയങ്കരമായിട്ട് എന്താ പറയാ കൂടുതലായിട്ട് അധികം പറ്റില്ല നമുക്ക്. കൂടുതലും ആളുകൾ ഓരോരോ ആളുകളെ അവരുടെ ഇമോഷൻസ് ഒക്കെ നോക്കിയിട്ട് കുറെ നേരം ഒന്നും എന്ത് ചെയ്യാൻ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മള് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ രോഗികളെ ആശ്വസിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയും വേണം. രണ്ടാമത്തത് ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വറ്റ്. ഓക്കെ, അതായത് കോളുകൾ കൈകാര്യം ചെയ്യുക. ധാരാളം ഫോൺ കോൾസ് വരുമല്ലോ ഫ്രണ്ട് ഓഫീസിൽ, അപ്പൊ ആ കോളുകൾ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ കോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഫോൺ മര്യാദകൾ പാലിക്കാം. ഫോൺ എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ ഫോൺ മര്യാദകൾ എന്നാണ്. എന്താണ്, ഹലോ ആദ്യം തന്നെ എന്താ പറയാ, അതായത് ഒരാള് ഫോൺ വിളിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫ് എന്ത് പറയും, ഹലോ ഗുഡ് മോർണിംഗ്, ആ ഹോസ്പിറ്റലിന്റെ പേര് പറയും അല്ലെ. പിന്നെ അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് എന്താണ് ആവശ്യം എന്ന് പറയും. അപ്പൊ അവര് നമ്മളോട് വിനയത്തോടു കൂടി സംസാരിക്കും. ഫോൺ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു താങ്ക് യു പറഞ്ഞ അവസാനിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആ ഫോൺ അവിടെ വെക്കുക. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയാ, ഫോൺ എറ്റിക്വറ്റ് എന്ന് പറയാം കേട്ടോ. അപ്പൊ കോള് കൈകാര്യം ചെയ്യുമ്പോൾ ഫോൺ എറ്റിക്വറ്റ് നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണം. ദെൻ മൂന്നാമത്തെ പോയിന്റ്, മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. പേഷ്യന്റിന്റെ ഒഴുക്കും പേഷ്യന്റിന്റെ കാത്തിരിപ്പ് സമയവും മാനേജ് ചെയ്യുന്നു. അതായത് ഭയങ്കരമായിട്ടുള്ള തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പേഷ്യന്റ് ഭയങ്കര ഫ്ലോ ആയിരിക്കും. പേഷ്യന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരിക്കും, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോ അവരെന്ത് ചെയ്യുക, അവര് എന്താ പറയാ തിരക്ക് ഒന്ന് നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. അതുകൂടാതെ പേഷ്യന്റിനെ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട് അല്ലെ, അതായത് പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള, അതായത് കുറെ പേഷ്യൻസ് കുറെ സമയം കാത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മടുപ്പ് വരും. അപ്പൊ പെട്ടെന്ന് കൺസൾട്ടേഷൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്താ പറയാ, അതായത് കുറച്ച് താമസമുണ്ട്, ഡോക്ടറുടെ ഓപ്പറേഷനിൽ കയറിയിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഡോക്ടർ വരാനായിട്ട് കുറച്ച് വൈകി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കാം, മാനേജ് ചെയ്യുക. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, കംപ്ലൈന്റ് റെസൊല്യൂഷൻ, പരാതി പരിഹാരം കേട്ടോ. അതായത് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ, പേഷ്യന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അതോടനടി തന്നെ പരിഹരിക്കുക. ഓക്കെ, ഇത്രയുമാണ് എന്ത് ഒരു ചാലഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഫേസ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. ഫസ്റ്റ് വൺ ഈസ് മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. സെക്കൻഡ് വൺ ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വറ്റ്. Third one, managing patient wait times and patient flow. And last one is complaint resolution. Okay, clear ആണോ? Then next point നോക്കിയേ, എന്താണ് മെയിൻ ഗോള്, അതായത് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, അവരുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹോസ്പിറ്റലിൽ ജോലി കിട്ടിക്കഴിഞ്ഞാല് അവരുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്
Your main goal is to have each patient live with a smile, satisfaction on their face and the feeling of having been well taken care of by you and your employees, colleagues. ഇതെവിടെ പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും പരിപാലനം കൊണ്ട് പേഷ്യന്റിന്റെ ഫേസില് സ്മൈല് വരുത്തണം. ഓക്കെ, ഒരു പേഷ്യന്റ് ഒരു സർവീസിന് വേണ്ടി ഹോസ്പിറ്റലിൽ വരുമ്പോൾ നിങ്ങളെയാണ് ആശ്രയിക്കുന്നത് അല്ലേ? ആ സർവീസ് സ്വീകരിച്ച് റിസീവ് ചെയ്തതിന് ശേഷം ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് സ്മൈൽ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. അല്ലാതെ വേറൊരു വികാരങ്ങളും അവിടെ വരാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാല് സ്മൈൽ ആ പേഷ്യന്റിന്റെ മുഖത്ത് വന്നു കഴിഞ്ഞാല് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്തു എന്നാണ് അതിന് അർത്ഥം. അതായത് നിങ്ങളൊരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന രീതിയിൽ വളരെ നല്ലൊരു സേവനമാണ് ആ പേഷ്യന്റിന് കൊടുത്തു എന്നാണ് അതിന് മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോ വരുന്ന പേഷ്യന്റ് ആയാലും വിസിറ്റേഴ്സ് ആയാലും അവർ പോകുന്ന സമയത്ത് അവരുടെ ഫേസില് സ്മൈല് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങള് നിങ്ങളുടെ ജോലിയിൽ വരുത്തേണ്ടത്. ഓക്കെ, then dealing with upset customers. അപ്പൊ നിങ്ങളുടെ അടുത്ത് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ഫേസിൽ പുഞ്ചിരി നിറയ്ക്കോ, സ്മൈല് നിറയ്ക്കോ, സ്മൈല് വരുത്തോ? നിങ്ങള് അങ്ങനെയുള്ള സർവീസ് കൊടുക്കോ? നല്ല രീതിയിൽ സർവീസ് കൊടുത്താൽ മാത്രമാണ് പേഷ്യന്റിന്റെ എന്താ പറയാ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവുക കേട്ടോ. ട്രൈ ചെയ്യോ അല്ലെ? ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്താൽ മതി, ഓൾറെഡി ഇവിടെ വന്നോളൂ. ഓക്കെ, ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം. അതായത് അപ്സെറ്റ് കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അപ്സെറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മീനിങ്? അപ്സെറ്റ് അതായത് ഭയങ്കരമായിട്ട് എന്താ പറയാ അപ്സെറ്റ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ആകാംക്ഷയുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു മോശം അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കസ്റ്റമേഴ്സിനെ, അല്ലെങ്കിൽ അയാൾക്കൊരു ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്, അയാൾക്ക് ഭയങ്കര വിഷമമാണ്, അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പേഷ്യൻസിനെ, അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് നിങ്ങളുടെ അടുത്ത് വരുന്നതെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താ ചെയ്യണ്ടേ? ലിസൺ ഫസ്റ്റ് ആൻഡ് ഓഫർ സൊല്യൂഷൻ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം അയാളെ കേൾക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ ലിസണിങ് എന്ന് പറയുന്നത് അറ്റൻറ്റീവില് വരുന്നതാണ് അല്ലെ? ആദ്യം അയാളെ കേൾക്കുക, ദെൻ സൊല്യൂഷൻ കൊടുക്കുക. അയാളുടെ പ്രോബ്ലം എന്താണെന്ന് കേട്ടിട്ട് അയാൾക്കുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. അതാണ് അപ്സെറ്റ് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ആദ്യ രീതി എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ്, ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രോബ്ലം, ആസ്ക് യുവർ സൂപ്പർവൈസർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം, ഓഫർ ആൾട്ടർനേറ്റീവ്സ്. ഇനി നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ, ഒരു പേഷ്യന്റ് നിങ്ങളോട് വന്നൊരു പ്രശ്നം പറയുമ്പോൾ ആ പ്രശ്നം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ, പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സുപ്പീരിയറുടെ അഡ്വൈസ് ചോദിക്കാം. അദ്ദേഹം എന്ത് ചെയ്തോളും? പ്രോബ്ലം സോൾവ് ചെയ്തോളും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അപ്സെറ്റ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എത്ര പേരെ എടുക്കുന്നുള്ളൂ എന്ന് മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇഷ്ടായോ? എടുത്തത് ഇഷ്ടായോ? ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ആ ഒരു 2 പേജാണ്, അല്ലെങ്കിൽ 1.5 പേജാണ് നമുക്കൊരു മടുപ്പ് ഉണ്ടാവുക. ബാക്കിയുള്ളത് നമുക്ക് ഇഷ്ടാവും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്? ആ ചാലഞ്ചസിലെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മാനേജിങ് പേഷ്യന്റ് എമോഷൻസ്. അതായത് പേഷ്യന്റിന്റെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുക എന്നാണ് പറയുന്നത്. അവിടെ പലതരത്തിലുള്ള പേഷ്യൻസ് ആണ് വരിക. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് വരുന്നത്, നിങ്ങളൊരു 4-5 പേര് എന്റെ അടുത്ത് വരുന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ ശ്രീജ വരുന്നു. ശ്രീജ ഭയങ്കര എന്താ പറയാ ഡൗൺ ആയിട്ടാ വരിക. അതായത് ഭയങ്കര അതായത്
ക്രൈമോടുകൂടി നിലവിളിച്ചിട്ടാണ് എന്റെ അടുത്ത് വരുന്നത് വിചാരിക്കുക. അതേ സമയം തന്നെ സുമയ്യ എന്റെ അടുത്ത് വരുന്നു. സുമയ്യ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടാണ് വരിക. അതേ സമയം തന്നെ ഐഷത്ത് എന്റെ അടുത്ത് വരുന്നു. ഐഷത്ത് എന്റെ അടുത്ത് സൈലന്റ് ആയിട്ടാണ് വരിക, ഒന്നും മിണ്ടുന്നില്ല ഞാൻ ചോദിച്ചിട്ട്. അപ്പൊ 3 പേരും 3 തരത്തിലുള്ള ഇമോഷൻസുമായിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. ഈ 3 പേരെയും അറ്റ് എ ടൈം എനിക്ക് കൈകാര്യം ചെയ്യണം. ഒരു സാധാരണ ആൾക്കത് പറ്റുമോ? ചെയ്യാനായിട്ട് പറ്റുമോ? നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തേ. പറ്റുമോ? സാധിക്കും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മള് പ്രൊഫഷണലി സ്കിൽഡ് ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതായത് ശ്രീജനെ എനിക്ക് സമാധാനിപ്പിക്കണം അല്ലെ? കാരണം എന്താ, നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീജ. അപ്പൊ ആ കുട്ടിയെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കും? അതേ സമയത്ത് തന്നെ ദേഷ്യപ്പെട്ടിട്ട് സുമി എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചാടിക്കയറി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെയും എനിക്ക് സമാധാനിപ്പിക്കണം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ചാലഞ്ചാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ സംബന്ധിച്ച് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ ശ്രീജ? ശ്രീജ ക്ലിയർ ആണോ? ഓക്കെ. യെസ് മാം, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഡൗട്ട് ഒന്നും ഇല്ല. എല്ലാരും ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഇതുവരെ എടുത്തത് എന്ത് ചെയ്യാം, വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.